ഇന്നത്തെ കാലത്ത് പലരെയും പ്രത്യേകിച്ചും സ്ത്രീകളെ ബാധിക്കുന്ന ഒന്നാണ് അരക്കെട്ട് മുതൽ താഴേക്ക് വണ്ണം കൂടുന്നത്. നിതംബത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതും അരക്കെട്ടിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകളിൽ കൂടുതലായും കാണുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും മെനോപോസ് സമയത്ത് പ്രായമാകുമ്പോൾ തന്നെയാണ് ഇത്തരം ബാലൻസ്ഡ് അല്ലാത്ത രീതിയിലെ കൊഴുപ്പ് സ്ത്രീകളിൽ അടിഞ്ഞുകൂടുന്നത്. പുരുഷന്മാരിൽ ഇത്തരം കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുടവയർ രൂപത്തിലായിരിക്കും. ചില സ്ത്രീകൾക്ക് അരക്കെട്ട് ഭാഗത്ത് തടി കൂടുന്നതിനൊപ്പം വയറും ചാടും. നിതംബ ഭാഗത്ത് കൊഴുപ്പ് സ്ത്രീകൾക്ക് സൗന്ദര്യം കൂട്ടുന്നുവെന്ന് കരുതുന്നവരുമുണ്ട്. പല സെലിബ്രിറ്റികളും ഈ ഭാഗത്ത് സർജറി ചെയ്ത് മറ്റും തടി വർദ്ധിപ്പിക്കുന്നവരുമുണ്ട്. വാസ്തവത്തിൽ ഇത്തരത്തിൽ അരക്കെട്ട് ഭാഗത്ത് തടി കൂടുന്നത് ആരോഗ്യകരമാണോ? ഇതിന് കാരണം എന്ത് എന്നറിയാം. നമുക്കറിയാം, ഈ പ്രശ്നങ്ങളെല്ലാം കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ചിലർക്ക് പാരമ്പര്യമായിട്ട് ഇതുണ്ടാകും. വണ്ണമുള്ള കുടുംബ പ്രകൃതമെങ്കിൽ ഇത് സാധാരണയാണ്. ചിലർക്ക് ടെൻഷൻ കൂടിയാൽ അമിതമായിട്ട് ഇതുപോലെ തടി വെക്കുന്നവരുണ്ട്. അതുപോലെ വ്യായാമക്കുറവും ഉറക്കമില്ലായ്മയുമാണ് മറ്റു കാരണങ്ങൾ. ടെൻഷനും ഉറക്കക്കുറവുമൊക്കെ ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് ഇതിനുള്ള കാരണം. ഇതല്ലാതെ തൈറോയിഡ് പോലുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് തടി വെക്കാനുള്ള ചാൻസ് ഉണ്ട്. സ്ഥിരമായിട്ട് കലോറി കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുന്നവർക്ക് സ്ത്രീ പുരുഷ ഹോർമോൺ വ്യത്യാസം കാരണവും ഇതുപോലെ കൊഴുപ്പുകൾ ഉണ്ടാകാം. സ്ത്രീകളിൽ ഈസ്ട്രജനും പുരുഷന്മാരിൽ ആൻഡ്രോജൻ ഹോർമോണുകളുമാണ് ഇത്തരം കൊഴുപ്പിനിടയാക്കുന്നത്. പുരുഷന്മാർക്ക് കൂടുതലായിട്ടും കൊഴുപ്പടിഞ്ഞു കൂടുന്നത് വയറ്റിലാണ്. അതുപോലെ തന്നെ കഴുത്തിലും മാറിടത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ വ്യത്യാസം കാരണം നിതംബത്തിലും തുടയിലും കാലിലും മാറിടത്തിൽ അല്പമായിട്ടുമൊക്കെയാണ് കൊഴുപ്പടിഞ്ഞു കാണുന്നത്. വാസ്തവത്തിൽ പുരുഷന്മാരിൽ വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തന്നെയാണ് കൂടുതൽ അപകടം. ഇത് ലിവർ, ഹൃദയ, പാൻക്രിയാസ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട്. സ്ത്രീകളുടെ മറ്റ് ശരീരഭാഗങ്ങളിൽ വന്ന് അടിയുന്ന കൊഴുപ്പിനേക്കാൾ പുരുഷന്മാരിൽ ചില ഭാഗങ്ങളിൽ വന്നടിയുന്ന കൊഴുപ്പിനാണ് അപകടം ഏറെ എന്നത് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ ഒരു പരിധിവരെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. പക്ഷേ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്ന മെനോപോസ് പോലെയുള്ള ഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് നിതംബ മാറിട ഭാഗത്ത് കൊഴുപ്പ് കുറഞ്ഞ് വയർ കൂടുതലാകാനുള്ള അവസ്ഥയാണ് ഉണ്ടാകുന്നത്. സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറി പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ വയറ് ചാടും, മുടി പോകും, രോമം വരും. ഇതിന് കാരണം പുരുഷ ഹോർമോൺ വർദ്ധിക്കുന്നതാണ്. ഗൈനോയിഡ് ഒബിസിറ്റിയാണ് സ്ത്രീകളിൽ അരക്കെട്ട് ഭാഗത്തേക്കുള്ള തടി കൂടാനുള്ള കാരണമാകുന്നത്. പുരുഷന്മാരിൽ കൊഴുപ്പടിഞ്ഞ് വയർ ചാടുന്നത് ആൻഡ്രോയിഡ് ഒബിസിറ്റി എന്നുമാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവരിൽ ഈ ഭാഗത്ത് വണ്ണം കൂടുന്നത് മുട്ടുവേദന, കാൽവേദന, നടുവേദന പോലുള്ള പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇതിന് പരിഹാരമായി ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ഹോർമോൺ അവസ്ഥകളെ നിയന്ത്രിക്കുന്നതുമെല്ലാം തന്നെയാണ്. വയറ്റിലുണ്ടാകുന്ന കൊഴുപ്പിനോളം അരക്കെട്ടിനും കീഴ്ഭാഗത്തും വരുന്ന കൊഴുപ്പ് അപകടകരമല്ലെങ്കിലും ഇതും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ ശരീരഭംഗി നിതംബത്തിലെ കൊഴുപ്പാണെന്നും വണ്ണമേറിയ അരക്കെട്ടാണെന്നും ഒക്കെ കരുതുന്നത് തന്നെ ആരോഗ്യ പ്രശ്നമാണെന്നുള്ളതാണ്. അതുകൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ കൊഴുപ്പടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാനും അതിനുള്ള പോംവഴികൾ തേടി ആരോഗ്യമായിട്ടിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക.